നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് എന്റെ സെക്കൻഡറി ചാനലാണ്, എന്റെ രണ്ടാമത്തെ ചാനലാണ്. ഞാൻ ഇന്നത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാഷ് റിയാക്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെക്കൻഡറി ചാനലാണ്. കുറെ നാൾ കൊണ്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഒരു സെക്കൻഡറി ചാനൽ എനിക്ക് വേണമെന്നുള്ളത്. അത് മെയിനായിട്ട് കാരണം മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ പറയുന്നത് എന്റെ മെയിൻ ചാനൽ രാഷ് ടോക്സ് എന്ന് പറയുന്ന ചാനല് മെയിനായിട്ട് നമ്മൾ ബിഗ് ബോസ് വരുമ്പോൾ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തേക്ക് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലുള്ള കണ്ടന്റുകൾ എനിക്ക് എടുത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് റിയാക്ഷൻ ഇതുപോലുള്ള പിന്നീട് സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഇന്ന് ഈ ചാനൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മറ്റാരും കുറിച്ചല്ല, നമ്മുടെ പറയുന്ന ഷാജിയെ കുറിച്ച് തന്നെയാണ്. ഷാജി ഇപ്പോ രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല, എന്താണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പിന്നെ കേസ് കൊടുക്കാൻ പോകുന്നു. അവർക്കെതിരായിട്ട് പറഞ്ഞ എല്ലാവരെയും ഞാൻ കോടതി ഏൽപ്പിക്കും. അതുമല്ല, ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നീട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണിയൊക്കെയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യും, എന്റെ 5 കുട്ടികളെയും കൊന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെയാണ്. അതിന്റെയൊക്കെ ഉത്തരവാദികൾ നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഇത്. അതിൽ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ അവരുടെ നാത്തൂൻ വന്നിട്ട് അവർക്ക് അഭിഹിത ഗർഭമുണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെ കുറിച്ചാണ്. അത് ഇന്നലെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ തന്നെ എനിക്കതിൽ ചെറിയൊരു ഒരു വിശ്വാസ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മെയിൻ ചാനലിൽ ആ വോയിസ് ഞാൻ കൊടുക്കാത്തത്. മനസ്സിലായി? ആ ഒരു സംഭവം കേട്ടപ്പോൾ അവിടെ എവിടെയൊക്കെയോ നാത്തൂൻ്റെയോടുള്ള ദേഷ്യം, ഈ പറയുന്ന ഈ ഷാജിദയ്ക്ക് നാത്തൂൻ്റെയോടുള്ള ദേഷ്യം, രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും കുശുമ്പും കുന്നായ്മയും എല്ലാം ഉണ്ട്. അതൊക്കെ ആ ഒരു വോയിസിൽ എന്താണ് ഇങ്ങനെ തിളങ്ങി നിന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കൊടുക്കാത്തത്. പക്ഷെ ഇന്ന് അവരത് പറഞ്ഞതിൽ, ഇന്ന് ഷാജിദ വന്ന് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഷാജിയുടെ മരിച്ചുപോയ ഭർത്താവ് ഷാജിയെ കുറച്ച് പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അത് എന്നെ തികച്ചും ഞെട്ടിച്ചു. കാരണം ഷാജി ഇക്കയാണ്, എന്റെ മനസ്സിലാണ്, എന്റെ മനസ്സ് മൊത്തം ഉള്ളിയാണ്, ഭയങ്കര സ്നേഹമാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഷാജിദ ഇതിൽ ഈ പറഞ്ഞ വികാര വിക്ഷോഭത്തിൽ അല്ലെങ്കിൽ പറഞ്ഞു പോയപ്പോൾ പലതും വായിന്ന് അല്ലെങ്കിൽ ഉള്ളിൽ കിടന്ന പലതും പുറത്തു വരുന്ന കുറച്ച് സെന്റൻസുകളുണ്ട്. അതെനിക്ക് ഇവിടെ പറഞ്ഞേ പറ്റുള്ളൂ. അതിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോ നമുക്ക് ആദ്യം ഷാജിദ പറഞ്ഞ കേസുകൾ കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. റംല, നീ പറയുന്നത് നീ വലിയ വിലസുണ്ടല്ലോ മാത്തൂര് നാട്ടില്. നിന്റെ മകള് ചെയ്ത തെറ്റിന് നിന്റെ മകള് ഗർഭം ഉണ്ടാക്കിയിട്ട് കളഞ്ഞിട്ട് നിന്റെ മകള് ഗർഭം ഉണ്ടാക്കി കളഞ്ഞതിന് ഞാൻ ഗർഭം ഉണ്ടാക്കിയിട്ട് കളഞ്ഞു എന്ന് പറയുന്ന നിന്റെ മകളായിരിക്കും ഗർഭം ഉണ്ടാക്കിയിട്ട് കളഞ്ഞോണ്ടായിരിക്കും നീ പെട്ടെന്ന് അവനിക്ക് പിടിച്ച് കെട്ടിച്ചത്. ഈ പറയുന്ന റിയാസിനെ പിടിച്ച് കെട്ടിച്ചതേ, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ എഞ്ചിനീയർ ഒന്നും കിട്ടിയില്ലേ മോളെ? ഇതിനകത്ത് എന്താണ് ഷാജിദയ്ക്ക് അഭിഹിത ഗർഭം ഉണ്ടായെന്ന് ഷാജിദയുടെ നാത്തൂൻ പറയുന്നു. അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതേ തെറ്റ് തന്നെയാണ് ഇവിടെ ഷാജി ചെയ്യുന്നത്. ഷാജി എന്ന് പറയുന്നു ഷാജിദയുടെ നാത്തൂന്റെ മോളും ഇതുപോലെ അവിഹിത ഗർഭം ഉണ്ടായിരുന്നു എന്നും ലാസ്റ്റ് ഈ അവന്റെ കൂടെ നീ കെട്ടിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ വളരെ എന്താണ് സാധ്യത ആരാണ് റിയൽ ഷാജി എന്താണെന്നുള്ളത് ഈ സത്യം ഈ സംസാരത്തിൽ നിന്നൊക്കെ പുറത്തു വരുന്നുണ്ട്. ആ ഒരു വിദ്വേഷം, ആ ഒരു വാശി, ആ ഒരു ഇതൊക്കെ ഷാജിദയുടെ വാക്കുകളിലുണ്ട്. അതുപോലെ ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടിക്ക് ഷാജിയുടെ നാത്തൂന്റെ പിന്നെ മോളായിക്കോട്ടെ, ഒരു പെൺകുട്ടിക്ക് ഒരു റിലേഷൻ ഉണ്ടാകുന്ന വലിയ തെറ്റൊന്നുമല്ല. അവൾ വേറെ ആരുടെ പോയില്ലല്ലോ. നീ ഇത്രേ പറയുള്ളൂ, അവൾ അവിടെ തന്നെയല്ലേ കെട്ടിയത്. അവൾക്ക് ഒരു റിലേഷൻ ഉണ്ടായി. അതിൽ ഈ ഷാജിദ പറയുന്നതും ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റും. ഷാജിദ പറയുന്നു ഷാജിദയുടെ നാത്തൂൻ പറഞ്ഞത് കളവാണെന്ന്. അതുപോലെ തന്നെ ഷാജിദ ഇത് പറയുന്നതും കളവായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, ഷാജിദയുടെ നാത്തൂൻ പറഞ്ഞത് ഷാജിദയ്ക്ക് അഭിഹിത ഗർഭം ഉണ്ടായി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഷാജിദ പറഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? അതുമല്ല, ആ പെൺകൊച്ച് വേറെ ആരെയും കളഞ്ഞിട്ടൊന്നും പോയില്ല. അങ്ങനെ പിന്നീട് എന്താണ് വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്നേഹിച്ച പയ്യനെ തന്നെ അവൻ കെട്ടി എന്നുള്ളതാണ്. അതിൽ നമുക്ക് കുറ്റം പറയുന്നത് അത് ഇപ്പൊ സമൂഹത്തിൽ നിരന്തരം സാധാരണ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഓക്കെ. എന്നിട്ട് നീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നെ പറയുന്ന നീ നാറി പറയുന്ന എനിക്ക് പറയാനുള്ളത് നീ പറഞ്ഞല്ലോ. ഞാൻ പറയുന്ന ഇന്റർവ്യൂ ഷാജിദ ഇത് കണ്ട പണ്ടൊക്കെ അയ്യോ പാവ കണ്ട നാറി തെറ്റാണെന്ന്. എടി നീ തെളിയിക്ക്. തെറ്റാണെങ്കിൽ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത് സത്യമല്ലെങ്കിൽ നീയൊക്കെ പൈസ ഉള്ള ആങ്ങളമാരുടെ കൂടെ നിൽക്കുന്നതാണ്. നീ എങ്ങനെയൊക്കെയാണ്, എന്താണ്, എവളാണ്, ഏത് ചെറ്റ രീതിയിൽ നീ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാടി. നീ പിന്നെ അളിയന്റെ കൂടെ കൂടിയത്, നീ അളിയൻ എങ്ങനെ കല്യാണം കഴിച്ചു, നീ അളിയന്റെ മുന്നേ വേറൊരുത്തന് എന്താണ് ബ്രോക്കറിന് കത്ത് കൊടുത്തത് പ്രശ്നമാണ്. ഷാജിദ പിന്നെ നാത്തൂന്റെ മോളെ കുറിച്ച് മാത്രമല്ല ഷാജിദയെ കുറിച്ചും ഈ പറയുന്ന അതേ ഈ എന്താണ് സംഭവം തന്നെയാണ് ഷാജിദ പറയുന്നത്. ഷാജിദയുടെ പിന്നീട് നാത്തൂൻ ഇതുപോലെ അളിയനല്ലാതെ ഏത് ബ്രോക്കറിനുമായിട്ട് സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്നാണ്, ലെറ്റർ കൊടുത്തുന്ന സെറ്റപ്പ് ഉണ്ടാകുന്നതാണ് ഈ ഷാജിദ പറഞ്ഞത്. ഷാജിദ ഇടയ്ക്ക് വെച്ച് ഞാൻ പോയി ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കളെ എന്ത് ചെയ്തു ഈ സമൂഹത്തിന് മുന്നിൽ നാട്ടിക്കുന്നു. ഷാജിദ ഇപ്പൊ അത് തന്നെയാണ് ചെയ്യുന്നത്.
ഷാജിദ ഇപ്പൊ അത് തന്നെയാണ് ചെയ്യുന്നത്. ഷാജിദ നാത്തൂനെ മാത്രമല്ല, ഒന്നും അറിയാതെ ഏതോ ഒരു കാലത്ത് ഒരാളെ സ്നേഹിച്ച് അയാളടുത്ത് സുഖമായി ജീവിക്കുന്ന ആ പെൺകൊച്ചിനെ വരെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഷാജിദ? എന്താ ചെയ്യുന്നത്? ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ ഷാജിദയുടെ പേരിലും കേസ് കൊടുക്കാം. മനസ്സിലായോ? ഓക്കെ. എല്ലാ കഥകളും മോളെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പറയണ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ. പറ ഷാജിദ കേക്കട്ടെ. പറയുന്നതും ഉണ്ടാക്കിയിട്ട് ഇതാക്കുന്നതൊക്കെ നിന്റെ പരിപാടി. എനിക്ക് എന്റെ 5 മക്കളെ പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി, ഞാനത് പ്രസവിക്കുകയും ചെയ്തു. അല്ലാണ്ട് ഒരുത്തന്റെ ഗർഭം എന്റെ വയറ്റിൽ ഉണ്ടായിട്ടില്ല. അതിനുള്ള ചെക്കപ്പും കാര്യങ്ങളും ഞാൻ എടുക്കാൻ തയ്യാറാണ്. നീ വരുവാണെങ്കിൽ എനിക്ക് ഞാൻ ഏത് ഡോക്ടറെയും പോയി കണ്ട് എന്റെ അബോർഷൻ ആക്കിയെന്ന് നീ തെളിയിച്ച് തരാണെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്. കാര്യത്തിലോട്ട് വാ. ഇവരുടെയാണ് കുഞ്ഞിന്നൊക്കെ തെളിയിക്കാൻ ഞാൻ വരാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ ഞാൻ ജീവിതം ഇനി നിന്റെ ആങ്ങളുടെ കൂടെ 10-15 കൊല്ലം കുപ്പ കൊട്ടിയിട്ട് എന്റെ ജീവിതം ഒന്നൊന്നും എവിടെ എത്തിയിട്ടില്ല. നിന്റെ ആങ്ങളെ എനിക്ക് എന്താ പറയാ, നിന്റെ ആങ്ങളയുടെ കുലം 10 കൊല്ലം എന്തൊരു കുപ്പ കൊട്ടിയിട്ട് എന്തൊരു ഭാഷ എനിക്കറിയത്തില്ല. എന്തായാലും ജീവിച്ചിട്ട് നിന്റെ ആങ്ങളെ എനിക്കൊരു തേങ്ങയും ചെയ്തു തന്നില്ല എന്നുള്ളതാണ് ഷാജിദ് ഇപ്പം പറയുന്നത്. അപ്പൊ മനസ്സിരിപ്പ് വന്നിട്ടുണ്ടല്ലോ, എന്റെ ആങ്ങളെ ഇത്രയും കാലം ജീവിച്ചു, നിന്റെ ആങ്ങളെ എനിക്ക് ഒരു തേങ്ങയും തന്നില്ല എന്നുള്ളതാണ്. നിന്റെ ആങ്ങളെ നീ പറയല്ലോ എനിക്ക് ദൂർത്തടിയാണ് ബാക്കിയുള്ളതാണ്. എടി നിന്റെ ആങ്ങളെ ഞങ്ങളെ ഈ തെരുവില് നിർത്തിയിട്ടാടി പോയത്. തെരുവില് നിർത്തിയിട്ടാണ് നിന്റെ ആങ്ങളെ പോയത്. നിന്റെ ആങ്ങളെ ഞങ്ങളെ തെരുവില് നിർത്തിയിട്ടാണ് പോയത് എന്നുള്ളതാണ്. അപ്പോ ആങ്ങളയോടുള്ള ആ സ്നേഹമൊന്നും ഇപ്പൊ ഇല്ല. ആങ്ങളയോട് എന്തുമാത്രം വിരോധം അല്ലെങ്കിൽ വിദ്വേഷം ഈ പറയുന്ന ഷാജിദയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവും കൂടിയാണിത്, അല്ലേ? എന്റെ ആങ്ങളെ നീ എന്താണ് തെരുവിൽ നിർത്തിയിട്ടാണ് പോയതെന്ന് ആ വാക്കുകളിൽ ഉണ്ടാകുന്ന ആ വിദ്വേഷം, അതിൽ നിന്നൊന്നും ഷാജിദയ്ക്ക് ഷാജിയിലൂടെ വലിയ പ്രേമമോ സ്നേഹമോ ഉണ്ടായിരുന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. കാമുകന് എന്റെ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിന്റെ ആങ്ങളെ എന്തുകൊണ്ടടി വെളിപ്പെടുത്തിയില്ല? പുറത്ത് എന്തുകൊണ്ട് കൊടുന്നില്ലടി? എനിക്ക് അങ്ങനത്തെ ഒരു കാമുക ഉണ്ടെങ്കിൽ എന്നിട്ട് നീ പറയുന്ന ഞാൻ കാമുകന്റെ കൂടെ ഒളിച്ചോളി ബാക്കിയുള്ളത് കാമുകന്റെ കൂടെ നിന്നോണ്ടാണ്. എടി അങ്ങനെ ഒരു കാമുകൻ എന്ത് പറഞ്ഞാ നിന്റെ ആങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നീ തെളിയിക്കടി. ആ തെളിവ് എനിക്ക് എന്നിട്ട് നീ കൊണ്ടുപോകാം. സോഷ്യൽ മീഡിയയുടെ മുന്നിൽ നീ കൊണ്ടുപോകാ തെളിവ്. അപ്പൊ നീ തെളിയിക്കടി, എനിക്ക് വേറെ കാമുകൻ ഉണ്ടായിരുന്നോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവിഹിത ഗർഭം ഉണ്ടായിരുന്നോ എന്നുള്ളത് നീ തെളിയിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി. ആ വെല്ലുവിളിയിലൊന്നും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ എനിക്ക് അവിഹിതം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരാൾ പറയുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് പറയാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന്റെ കൂടെ താങ്കൾ അറിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കേസുണ്ട്. മരിച്ചുപോയ താങ്കളുടെ ഭർത്താവിനെ കുറിച്ച് താങ്കൾ അതിന്റെ അകത്ത് വിദ്വേഷത്തോട് പറയുന്നുണ്ട്. എന്റെ ആങ്ങളെ ഇതുവരെ കൊണ്ട് എന്നെ എന്തിന് കെട്ടിയിട്ട് എന്നെ വഴിയാധാരമാക്കി എന്നുള്ള രീതിയിൽ ആ ഒരു വാക്കുകളിൽ പിന്നീട് നിൽക്കുന്ന ആ ഒരു വിദ്വേഷമുണ്ട്. അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ ഷാജിദയ്ക്ക് ഷാജിയുമായിട്ട് വലിയ അടുപ്പവും കാര്യങ്ങളൊന്നുമില്ല. അവർ തമ്മിൽ എപ്പോഴും ഉടക്കായിരുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുമല്ല, ഇപ്പോ ഈ പറഞ്ഞ കേസ് കൊടുക്കാൻ വേണ്ടി പോയതില്ലേ, കേസ് കൊടുത്താലേ നിങ്ങൾ പോയി മരിച്ചാലും ആർക്ക് എന്താ ചെയ്യാൻ കൂടിപ്പോയി എന്ത് സംഭവിക്കും? ഇൻ കേസ് ഇതൊക്കെ കുറെ നമ്മൾ കണ്ടതാണ്. ഇൻ കേസ് ചെയ്ത എന്ത് ഈ പറയുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും കൊണ്ട് ജയിലിലിടും. ജയിലിലിട്ട എത്ര ഇടും? ഇത് നഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലായത്. നഷ്ടപ്പെടാൻ പോകുന്ന അതായത് ഷാജിദയ്ക്കും ഷാജിദയുടെ കുടുംബം വേറെ ആർക്കും ഇവിടെ ഒരു തേങ്ങയും നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അഹങ്കാരങ്ങളൊക്കെ കുറച്ചുകൊണ്ട് സൗമ്യമായിട്ട് മാന്യമായിട്ട് ജീവിക്കാൻ നോക്കും. എനിക്ക് ഇത്രേ ഉള്ളൂ. എനിക്ക് ഈ പറഞ്ഞ ഷാജിദ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവന്ന് പിന്നീട് ഇങ്ങനെ കുറ്റം പറയണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് താങ്കളെ ഒരു ദിവസം സഹായിച്ച പേരിൽ നമ്മളെ എടുത്ത് പൊക്കേന്നും വേണ്ട. പക്ഷെ നമ്മളെ കുറ്റം പറഞ്ഞ നമ്മളെ തെണ്ടികളാണ്, പിച്ച എടുത്ത് ജീവിക്കണമെന്ന് ഷാജിദയുടെ വായിൽ നിന്ന് വീണത് കൊണ്ടാണ് ഞാൻ ആ 2 വീഡിയോസ് ഇട്ടത്. മനസ്സിലായോ? ഇപ്പൊ ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്നവരെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് റിയാക്ഷൻ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് കമന്റ് ഇടാൻ ഷാജിദയ്ക്ക് അറിയാല്ലേ? സപ്പോർട്ട് ചെയ്യുന്നവരെ ഇപ്പൊ കമന്റ് ഇടാൻ അറിയാം. സപ്പോർട്ട് നല്ലത് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുകയും ഇനി തെണ്ടിത്തനം ചെയ്താൽ തെണ്ടിത്തനമാണ് ഇവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ട് തെണ്ടിത്തനങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ വരച്ചു കാണുകയും എടുത്തു കാണുകയും ചെയ്യുന്നതാണ് റിയാക്ഷൻ ചാനൽ. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി പറയുന്നു, ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.